ഹലോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ സീക്രട്ട് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇത് ഞാൻ സൺഡേ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ശേഷമാണ് ശരി ഓക്കെ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആയാലോ എന്നുള്ളതനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ഉലുവ ഓവർനൈറ്റ് കഞ്ഞിവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ആണ് നമ്മൾ ഈ ഒരു പാക്ക് നല്ല രീതിക്ക് മിക്സിയിലിട്ട് അരച്ച ശേഷം നമ്മൾ ഏത് ഓയിലാണോ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ വേണം നമ്മളിതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 സ്പൂണ് കാച്ചിയ എണ്ണ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഏതൊരു പാക്ക് സ്കാൽപ്പിലായാലും ഇടുന്ന സമയത്ത് നമ്മൾ ഹെയർ നല്ല രീതിക്ക് തന്നെ കെട്ടിയെടുത്ത് നല്ല നീറ്റായി വെച്ചിരിക്കണം. സോ എടുക്കുമ്പോൾ കുറച്ച് മുടികളൊക്കെ പോവുകയൊക്കെ അത് കാര്യമില്ല. സോ അതിന് ശേഷം നമ്മൾ എന്തൊരു ഓയിലായാലും ശരി, ഹോട്ട് ഓയിൽ മസാജ് ഏതൊരു പാക്ക് ഇടുമ്പോൾ നമ്മൾ ഈ ലെയർ വൈസും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ. ബന്ധകത്തിൽ നല്ല രീതിക്ക് നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസർ ആക്കാനും ഹെയറിൻ്റെ ഗ്രോത്ത് നല്ല രീതിക്ക് വളർത്താനുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ നമ്മുടെ റൂട്ടിലും അപ്ലൈ ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ ഹെയറിൽ ഫുൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മളിങ്ങനെ കെട്ടിവെക്കുന്നത് നല്ലതാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ചെറിയൊരു ജെൻറ്റിലായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യണം. ഞാനിവിടെ സെബാമെൻറ്റിൻ്റെ ഷാമ്പു ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഇട്ട ശേഷം നല്ല വൃത്തിക്ക് തന്നെയായിട്ട് നമ്മളെ എന്തെങ്കിലും കളയാൻ കഴിയണം. ഇല്ല വെച്ചോണ്ട് അത് ഡാൻഡ്രഫായിട്ട് മാറും. സോ നല്ല രീതിക്ക് വൃത്തിയായി കഴുകിയിട്ടുണ്ട്. സോ എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ആയിട്ട് എൻ്റെ വേവി ഹെയർ ആണ്. അപ്പോൾ ഹെയർ ലോസ് ഉള്ളവരും ഹെയറിൽ തിക്നെസ് ഇല്ലാത്തവരൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പാക്ക് തന്നെയാണ്. സോ പാക്ക് ട്രൈ ചെയ്ത ശേഷം എങ്ങനെയുണ്ട് റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയ്ക്ക് എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പുറത്തെ വീഡിയോയിൽ തന്നെ ടാറ്റാ.